Hi, welcome back to our class, my dear children. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മിഡ് പോയിന്റ് തിയറത്തിലെ എക്സസൈസ് 8.2 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻ കൂടെ അതിനകത്ത് സോൾവ് ചെയ്യാനുണ്ട് അല്ലേ? അപ്പോൾ ഇതും കൂടെ സോൾവ് ചെയ്താലോ? നോക്കൂ, ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ബൈസെക്ട് ഈച്ച് അതർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഡയഗ്രാം വരയ്ക്കുക. ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുക. സി എ ബി സി ഡി എന്ന് ഞാൻ പേര് കൊടുത്തു. ഇനി അതിൻ്റെ മിഡ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് അത് ജോയിൻ ചെയ്യുക. ഇതാണല്ലോ മിഡ് പോയിൻറ്റ്സ്, റൈറ്റ്? ഇതാണ് ക്വസ്റ്റ്യൻ. ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്. ഇതാണല്ലോ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്. ദിസ് വൺ, ഓക്കെ, ആൻഡ് ദിസ് വൺ. ഇത് ബൈസെക്റ്റ് ചെയ്യുന്നു എന്നാണ് കാണിക്കേണ്ടത്. ഇതിന് പേര് കൊടുക്കട്ടെ, പി ക്യു ആർ എസ്. ഇവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എഴുതുക. അപ്പോൾ വി ഹാവ് ടു ഷോ പി ഒ ഈക്വൽ ടു ആർ ആൻഡ് എസ് ഒ ഈക്വൽ ടു ഒ ക്യു എന്നാണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഷോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഗിവൺ, ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ഗിവൺ എന്താ എഴുതുക? എ ബി സി ഡി ഈസ് എ ക്വാഡ്രിലാറ്ററൽ, റൈറ്റ്? Then to prove ഏതാ പി ഒ ഈക്വൽ ടു ഒ ആർ ആൻഡ് എസ് ഒ ഈക്വൽ ടു ഒ ക്യു. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒ ക്യു. അതിനായിട്ട് അപ്പോൾ നമ്മൾ ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് മിഡ് പോയിൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഇത് കണ്ടോ, ഇതാണ് മിഡ് പോയിൻറ്റ്സ് ആണ്, ഓപ്പോസിറ്റ് സൈഡുമാണ്. ജോയിൻ ചെയ്ത ലൈൻ സെഗ്മെൻ്റ് ആണ് പി ആറും, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ജോയിൻ ചെയ്ത ലൈൻ സെഗ്മെൻ്റ് ആണ് എസ് ക്യൂവും. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ എന്ന് കാണിക്കാനായിട്ട് വി ഹാവ് ടു ഷോ പി ക്യു ആർ എസ് ഇസ് എ പാരലോഗ്രാം എന്ന് കാണിച്ചാൽ പോരെ? ബിക്കോസ് ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ഇതതിൻ്റെ ഡയഗണലായിട്ടല്ലേ വരുന്നത്. നോക്കൂ, പി ക്യു ആർ എസിൻ്റെ ഡയഗണലല്ലേ പി ആർ ആൻഡ് എസ് ക്യു. അപ്പോൾ ആ ഡയഗണൽ ബൈസെക്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? പാരലോഗ്രാമിൽ. സോ വി ഷോ പി ക്യു ആർ എസ് ഇസ് എ പാരലോഗ്രാം, ദാറ്റ് ഇസ് ഇനഫ്. അപ്പോൾ അതിനെന്ത് ചെയ്യാം? അതിനായിട്ട് എന്ത് ചെയ്യണം? വി ഹാവ് ടു ജോയിൻ എ സി. അതവിടെ എഴുതുക, ജോയിൻ എ സി എന്ന് എഴുതുക. അടുത്ത പേന എടുക്കട്ടെ, പെൻ തെളിയണില്ല. അപ്പോൾ അവിടെ എന്തെഴുതുക? ജോയിൻ എ സി എഴുതി. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ മിഡ് പോയിന്റ് തിയറം പ്രൂവ് ചെയ്തില്ലേ, അത് തന്നെയാണ്. ദേ ഈ ട്രയാങ്കിൾ എടുക്കുക. ഇൻ ട്രയാങ്കിൾ ഏതാ? എ ബി സി, റൈറ്റ്? പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ആൻഡ് ക്യു ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. അപ്പോൾ ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡിൻ്റെ മിഡ് പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ലൈൻ തേർഡ് സൈഡിന് പാരലൽ അതിൻ്റെ ഹാഫ്. ഇത് തന്നെയാണ് സംഭവം. അപ്പോൾ എങ്ങനെ എഴുതണം? പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ്, ഇത് എഴുതണം കേട്ടോ, P is the midpoint of AB and Q is the midpoint of BC. Right? Therefore, എന്ത് വരുന്നു? PQ parallel to AC and PQ equal to half AC. ഇതാണ് മിഡ് പോയിന്റ് തിയറം, ഇക്വേഷൻ നമ്പർ 1. സിമിലർലി ഈ ട്രയാങ്കിളും എടുത്ത് ചെയ്യണം. കണ്ടോ, എസ് ആറും. ഓക്കെ, അടുത്തത് ഏത് ട്രയാങ്കിൾ എടുക്കുക? ഇൻ ട്രയാങ്കിൾ എ ഡി സി. അവിടെ ഇതേപോലെ എഴുതുക. എന്താ എഴുതേണ്ടത്? എസ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ഡി. എസ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ഡി ആൻഡ് ആർ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് സി ഡി. സി ഡി. Therefore, എന്ത് വരുന്നു? എസ് ആർ പാരലൽ ടു എ സി ആൻഡ് എസ് ആർ ഈക്വൽ ടു ഹാഫ് എ സി. ഇതിന് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, എ സിയുടെ ഹാഫും പാരലുമാണ് പി ക്യു, അതേപോലെ തന്നെ എ സിയുടെ പാരലും ഹാഫുമാണ് എസ് ആർ. സോ ഫ്രം 1 and 2 എങ്ങനെ എഴുതണം? From equation 1 and equation 2 we get PQ
ഇങ്ങനെ വരില്ലേ, പി ക്യു പാരലൽ ടു എസ് ആർ ആൻഡ് പി ക്യു ഈക്വൽ ടു എസ് ആർ. ദെയർഫോർ പി ക്യു ആർ എസ് ഇസ് എ പാരലോഗ്രാം. പി ക്യു ആർ എസ് ഇസ് എ പാരലോഗ്രാം. പാരലോഗ്രാമിൻ്റെ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യും. ഓക്കെ, ദെയർഫോർ എന്ത് ചെയ്യണം? ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. Bisect each other. Therefore, പിന്നെ നമ്മളുടെ ഏതാ പി ഒ ഈക്വൽ ടു ഒ ആർ ഒന്നുകൂടെ വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാം. ആൻഡ് മറ്റേ സൈഡ് ഏതാ എസ് ഒ ഈക്വൽ ടു ഒ ക്യു. നീറ്റായിട്ട് നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ, ലൈൻ ബൈ നല്ല നീറ്റായിട്ട്. മനസ്സിലായല്ലോ? സി ദിസ് ഈസ് അവർ 7th ക്വസ്റ്റ്യൻ. ABC is a triangle right angle at C. A line through the midpoint of M of hypotenuse AB and parallel to BC intersects AC at D. Show that D is the midpoint of AC, MD perpendicular to AC, CM equal to MA equal to half AB. Okay, 3 സെക്ഷൻസ് ആയിട്ട് പ്രൂവ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്ത് ചെയ്യുക, ഒരു ഡയഗ്രാം വരയ്ക്കുക. ABC is റൈറ്റ് ആംഗിൾഡ് അറ്റ് C ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക, സി റൈറ്റ് ട്രയാങ്കിൾ ബി എ. ഓക്കെ, ഇനി എന്താ പറയുക, ലൈൻ ത്രൂ ദ മിഡ് പോയിന്റ് എം ഓഫ് ഹൈപ്പട്ടന്യൂസ്. അപ്പോൾ ഹൈപ്പട്ടന്യൂസ് ഇതാണല്ലോ 90യുടെ ഓപ്പോസിറ്റ്, ഇതിൻ്റെ മിഡ് പോയിന്റ് എം ആണെന്ന് ഗിവൺ ആൻഡ് ഇസ് പാരലൽ ടു ബി സി. ബി സിക്ക് പാരലും. ഓക്കെ, ഇൻ്റർസെക്ട്സ് എ ഡി അറ്റ് ഇൻ്റർസെക്ട്സ് എ സി അറ്റ് ഡി. അപ്പോൾ ദിസ് പോയിന്റ് ഇസ് ഡി. ഓക്കെ, ഇത്രയുമാണ് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്. ഷോ ദാറ്റ് ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി ആണെന്ന് നമ്മൾ കാണിക്കണം. അപ്പോൾ ഗിവൺ എന്തൊക്കെ എഴുതുക? ഗിവൺ എ ബി സി ഇസ് എ റൈറ്റ് ആംഗിൾ. ട്രയാങ്കിൾ എ ബി സി ഇസ് റൈറ്റ് ആംഗിൾഡ് അറ്റ് സി. Or you can write triangle ABC in which angle C equal to 90 degree. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ്, ദാറ്റ് ഈസ് ഓൾസോ എ ക്ലൂ ആണ്. എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. ഇനിയുണ്ട് ഡി എം പാരലൽ ടു ബി സി. ഇത്രയും നമ്മുടെ ക്ലൂ ആണ്. ഇത്രയും വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തുകൂടെ? ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. എം മിഡ് പോയിന്റ് ആണെന്ന് കാണിക്കാൻ ഇവിടെ നോക്കൂ. മിഡ് പോയിൻറ്റിൻ്റെ കോൺവേഴ്സ്, മിഡ് പോയിൻ്റ് തിയറത്തിൻ്റെ കോൺവേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാമല്ലോ. ഈ ട്രയാങ്കിളിൽ എ സി ബി എന്നുള്ള ട്രയാങ്കിളിൽ എം മിഡ് പോയിൻ്റ് അല്ലേ, മിഡ് പോയിൻ്റ് കൂടെ പാസ് ചെയ്യുന്ന ലൈൻ സെക്കൻഡ് സൈഡിന് പാരലും ആണെന്നുണ്ടെങ്കിൽ അത് തേർഡ് സൈഡിനെ ബൈസെക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോൺവേഴ്സ് ഓഫ് മിഡ് പോയിൻ്റ് തിയറം, റൈറ്റ്? എങ്ങനെയാണ് കോൺവേഴ്സ് വരുന്നത്? ഒരു ട്രയാങ്കിളിൽ ഒരു സൈഡിൻ്റെ മിഡ് പോയിൻ്റ് കൂടെ പാസ് ചെയ്യുന്ന ലൈൻ സെക്കൻഡ് സൈഡിന് പാരലൽ ആണെന്നുണ്ടെങ്കിൽ അത് തേർഡ് സൈഡിനെ ബൈസെക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് എഴുതുക. ഇൻ ട്രയാങ്കിൾ എ സി ബി, ട്രയാങ്കിൾ എ സി ബി കോമ എന്താണ്, എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ആൻഡ് ഡി എം പാരലൽ ടു, പാരലൽ എന്നൊക്കെ നല്ലോണം എഴുതണം കേട്ടോ, ഞാൻ എഴുതും വളർന്നു പോകും. ഡി എം പാരലൽ ടു ആർക്ക്? സെക്കൻഡ് സൈഡായ ബി സിക്ക് പാരലും ആയതുകൊണ്ട് എന്ത് വരുന്നു? തേർഡ് സൈഡായ എ സി എന്നെ അത് ബൈസെക്റ്റ് ചെയ്യും. ദെയർഫോർ എ ഡി ഈക്വൽ ടു എന്തായിട്ട് വരുന്നു? സി ഡി. എ ഡി സി ഡി ഈക്വൽ ആണെങ്കിൽ ഡി ഈസ് ദ, ദെയർഫോർ ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഐ. ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി, റൈറ്റ്? അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രൂഫ്. അത് കഴിഞ്ഞു. ഇനി എന്താ കാണിക്കാൻ പറഞ്ഞു? ഇനി ഷോ ചെയ്യേണ്ടത് എം ഡി പെർപെൻഡിക്കുലർ ടു എ സി എന്നാണ്. ഓക്കെ, എം ഡി എന്ന് പറയുന്നത് ഈ ലൈനാണ്, അതായത് ഈ ആംഗിൾ എ ഡി എം 90 ഡിഗ്രി ആണെന്ന് നമ്മൾ കാണിക്കണം. അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ നോക്കൂ, ഈ ആംഗിൾ സി 90 ആണെന്ന് ഓൾറെഡി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഈ രണ്ട് ലൈനും പാരലും ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എ ഡി എം എന്തായിട്ട് വരും? കറസ്പോണ്ടിങ് ആംഗിൾസ്. വെരി ഈസി അത്. അപ്പോൾ ഇത് എഴുതുക, സെക്കൻഡ് പോർഷൻ കേട്ടോ, സെക്കൻഡിൻ്റെ ആൻസറാണിത്. ആംഗിൾ സി ഈക്വൽ ടു 90 ഡിഗ്രി, ദാറ്റ് ഇസ് ഗിവൺ, റൈറ്റ്? ഇനി
ബി സി പാരലൽ ടു ഡി എം അല്ലേ, പാരലൽ വളഞ്ഞു പോകണല്ലോ, ബി സി പാരലൽ ടു ഡി എമ്മും ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ആംഗിളും എന്തായിട്ട് വരും, ദെയർഫോർ ആംഗിൾ സി ഈക്വൽ ടു എന്ത് വരും, ആംഗിൾ എ ഡി എം. എന്ത് ആംഗിൾസ് ആണ്, കറസ്പോണ്ടിങ് ആംഗിൾസ്. ഓക്കെ റൈറ്റ്. അപ്പോൾ ഈ ആംഗിൾ സിയും ആംഗിൾ എ ഡി എമ്മും ഈക്വൽ ടു എത്ര ഡിഗ്രി വരുന്നു, 90 ഡിഗ്രി. അപ്പോൾ അത് പെർപെൻഡിക്കുലറായി. ദെയർഫോർ അപ്പോൾ എം ഡി പെർപെൻഡിക്കുലർ ടു എ സി, അതിൻ്റെ ആൻസറായി. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇതൊക്കെ വെരി സിമ്പിൾ അല്ലേ. നമ്മൾ ഓൾറെഡി പാരലൽ ലൈൻസിൽ വരുന്ന ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ, ഇതൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. ഇനി നമുക്ക് അതിൻ്റെ തേർഡ് പോർഷനും കൂടെ ഒന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പ്രൂവ് ചെയ്യേണ്ട ഏതാ, സി എം ഈക്വൽ ടു എം എ ഈക്വൽ ടു ഹാഫ് എ ബി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ സി എം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സി എം ജോയിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. എം എ ഓൾറെഡി അവിടെ ഉണ്ട്, എം മിഡ് പോയിൻ്റ് ആണെന്ന് ഗിവണാണ്, ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ സി എം ഈക്വൽ ടു എം എ, രണ്ട് ട്രയാങ്കിൾ രണ്ട് സൈഡ് ഇക്വേറ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക, കോൺഗ്രുവൻസ് എടുക്കുക, അത്രയേ ഉള്ളൂ, വെരി ഈസി. ഏത് കോൺഗ്രുവൻസ് എടുക്കാമെന്ന് നോക്കൂ, ഡി എ സിയുടെ മിഡ് പോയിൻ്റ് ആണ്, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. സോ എ ഡി ഈക്വൽ ടു ഡി സി. ഓക്കെ, പിന്നെ ഈ ആംഗിൾ രണ്ടും നോക്കൂ, ഈ ആംഗിൾ 90 ആണെന്ന് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തെങ്കിൽ ഈ രണ്ട് ആംഗിളും എത്ര തന്നെ വരും, ഇത് 90 ആണെങ്കിൽ ഇത് 90 അല്ലേ വരുള്ളൂ. ആംഗിൾ 1 ആൻഡ് ആംഗിൾ 2 ഈക്വൽ ടു 90 ഡിഗ്രി. ഇത് 90 ആണെന്ന് നമ്മളിപ്പോൾ ഓൾറെഡി പ്രൂവ്ഡ് എബവ്. സോ ദിസ് ആംഗിൾ ഓൾസോ 90, ലീനിയർ പെയർ. ഓക്കെ, പിന്നെ ഡി എം ഈസ് കോമൺ. അപ്പോൾ ആയുള്ള രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആയി. അപ്പോൾ ഏതെടുക്കാം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണിത്. ഇൻ ട്രയാങ്കിൾ എ ഡി എം ആൻഡ് ട്രയാങ്കിൾ ഏതാ, സി ഡി എം അല്ലേ, എ ഡി എം ആൻഡ് സി ഡി എം ഏതൊക്കെ ഈക്വൽ, എ ഡി ഈക്വൽ ടു ഡി സി. എന്തുകൊണ്ടാണ് എ ഡിയും ഡി സി ഈക്വൽ ആയത്, ബിക്കോസ് ഡി ഇസ് ദ മിഡ് പോയിൻ്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. അപ്പോൾ യു ക്യാൻ റൈറ്റ് പ്രൂവ്ഡ് എബവ്. ഓക്കെ, ഇനി അടുത്തത് ആംഗിൾ 1 ഈക്വൽ ടു 90 ഡിഗ്രി. സോ ആംഗിൾ 2 ഓൾസോ, ആംഗിൾ 1 ഈക്വൽ ടു 90 ഡിഗ്രി നമ്മൾ പ്രൂവ് ചെയ്തു, അതായത് എ ഡി എം എന്ന് പറയുന്നു. അവിടെ നിങ്ങൾക്ക് എന്ത് എഴുതാം, പ്രൂവ്ഡ് എബവ്. ബട്ട് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 എത്ര വരും, 180. റീസൺ എന്താ, ലീനിയർ പെയർ. സോ ആംഗിൾ 2 എത്ര ഡിഗ്രി വരും, ആംഗിൾ 2 ഓൾസോ ഈക്വൽ ടു 90. അപ്പോൾ ആംഗിൾ 1ഉം ആംഗിൾ 2 90 ഡിഗ്രി ആയി. ഇനി ഈ രണ്ട് ട്രയാങ്കിൾ ഡി എം ഇസ് കോമൺ. ഓക്കെ, therefore these two triangles are congruent by ഏത് കോൺഗ്രുവൻസ് വരുന്ന, സൈഡ് ആംഗിൾ സൈഡ്, SAS. ഓക്കെ, therefore ട്രയാങ്കിൾ പേരേതാ, എ ഡി എം കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ, ഇവിടെ നിന്ന് അങ്ങോട്ട് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ട്, സി ഡി എം, പക്ഷെ നിങ്ങൾക്ക് കാണണ്ടേ, ബൈ SAS കോൺഗ്രുവൻ്റ് കണ്ടീഷൻ, SAS റൂൾ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ആ രണ്ട് ട്രയാങ്കിളിൻ്റെ സൈഡ്സാണ് ഈ പറഞ്ഞ ഏതാ, സി എം ഈക്വൽ ടു എം എ കാണിക്കാൻ പറഞ്ഞത്. നോക്കൂ, സി എമ്മും എം എയും. therefore സി എം ഈക്വൽ ടു എം എ. വാട്ട് ഈസ് ദ റീസൺ, സി പി സി ടി, വി നോ ഇറ്റ്, സി പി സി ടി ആണല്ലോ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ്. പക്ഷേ നമ്മൾ കാണിക്കാൻ പറഞ്ഞാൽ സി എം ഈക്വൽ ടു എം എ ഈക്വൽ ടു ഹാഫ് എ ബി ആണെന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം എ ബി എന്തിന് ഈക്വലാണ്, എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് എം എന്ന് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് അല്ലേ. അപ്പോൾ എ എം ഈക്വൽ ടു എന്തായിട്ട് വരും, ബി എം ആയിട്ടും വരും. എ എമ്മും ബി എമ്മും ഈക്വലാണ്. ആ എ എം ആർക്കും ഈക്വലായി, സി എമ്മിനും ഈക്വലായി. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് എ ബി ഈക്വൽ ടു, സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേ, എ എം പ്ലസ് ബി എം. പക്ഷേ ഇത് രണ്ടും ഈക്വൽ അല്ലേ. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് എ ബിക്ക് വരെ നമുക്ക് ഈ ബി എമ്മിന് വരെ എന്ത് എഴുതാം, എ എം എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ എം പ്ലസ് എ എം, റൈറ്റ്. അപ്പോൾ ഇതെന്താകുന്നു, 2am ആകും അല്ലേ. സോ യു ക്യാൻ റൈറ്റ് എ എം പ്ലസ്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയെന്ന് മനസ്സിലായോ, ബിക്കോസ് എ എം ആൻഡ് ബി എം ആർ ഈക്വൽ, എം ഇസ് ദ മിഡ് പോയിൻ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ബി എമ്മിന് പകരം എ എം എഴുതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2am. അപ്പോൾ എ ബി ഈക്വൽ ടു എന്ത് വരുന്നു, therefore എ ബി ഈസ് ഈക്വൽ ടു, നോക്കൂ
AM equal to AB divided by 2. Therefore, AM equal to AB divided by 2. ABയുടെ ഹാഫ് ആയില്ലേ? ആര്? AM മാർക്ക് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. CM ഈക്വൽ അല്ലേ? AM എന്ന് പറയുന്നു MA, കറക്റ്റാണ്, രണ്ടും ഒന്ന് തന്നെ. Therefore, AM equal to CM equal to ഹാഫ് AB. 1/2 എന്ന് എഴുതുന്നത് തന്നെയാണ് കേട്ടോ, ഇങ്ങനെ എഴുതുന്നത് 1/2. ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ വലിയ ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഒന്നും തന്നെ ഇല്ല, ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഈ എക്സസൈസിൽ ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പിന്നെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കി. ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് ഒരു ഡിഫിക്കൽട്ടി ലെവലും ഇല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാത്രം മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പോർഷനായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.